ആഗോള അയ്യപ്പ സംഗമമാണ് വൻ വിജയം. മറ്റേ പന്തളത്ത് നടന്ന 1,00,000 സ്വാമിമാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭക്തരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്നതെന്നും സംഗമമൊന്നും അല്ല. അതൊക്കെ എന്താ, അതൊക്കെ വെറുതെ. അയ്യപ്പനെ അങ്ങനെ കട്ടെടുക്കാനൊന്നും ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എൻ്റെ അമ്മയെ കഴിഞ്ഞ ആഴ്ച വരെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ചതുർത്ഥിയായിരുന്നു ഇവന്മാർക്ക്. ഇപ്പോ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അയ്യപ്പ നീ തന്നെ കാത്തോളണേ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തില് നമ്മൾ ഈ പിന്നെ ആക്ടിവിസ്റ്റുകളെ നമ്മുടെ രചന ചേച്ചിയെയും ബിന്ദു അമ്മണി ചേച്ചിയെയും പിന്നെ വേറൊരു പിള്ള ഉണ്ടായിരുന്നല്ലോ, പേര് മറന്നു. അന്ന് ഈ ആവേശപൂർവ്വം കെയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ പേരൊന്നും ഓർക്ക പ്രായമൊക്കെ ആയവരെയും ക്ഷമിച്ചേക്ക്. അപ്പോൾ അവരെ ഒന്നും ഇപ്പൊ കാണാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ തേജസ്വി യാദവ് വന്നു, അണ്ണാമലയുടെയൊക്കെ തീപ്പൊരി പ്രസംഗമായിരുന്നു. പിണറായി വിജയനൊക്കെ വലിച്ചു കീറി ഒട്ടിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായാണ് പിന്നെ പന്തളത്ത് അയ്യപ്പ സംരക്ഷണ സമ്മേളനം നടന്നത്. ശരിയാണ്, അയ്യപ്പനെ സംരക്ഷിച്ചേ മതിയാവൂ. അയ്യപ്പ ഭക്തർക്ക് സ്വാഭാവികമായിട്ട് അവരത് സംരക്ഷിക്കും. പിണറായിയുടെ കീഴിൽ അയ്യപ്പൻ സുരക്ഷിതനല്ല എന്ന് മനസ്സിലായാൽ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം സംരക്ഷിച്ചോളും. എന്നാലും ഭക്തർക്കുമുണ്ടല്ലോ, അതുകൊണ്ട് ഭക്തരെ സംരക്ഷിക്കുകയാണ്. എന്തായാലും അതിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. പിന്നെ എന്താ പറയുക, വെള്ളാപ്പള്ളി വന്നില്ല പോലോ, പിന്നെ സുകുമാരൻ നായർ വന്നില്ല പോലെ. സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയൊക്കെ ആരാണെന്ന് അയ്യപ്പനോട് ചോദിച്ചാൽ അയ്യപ്പൻ പറയും ഇവന്മാരെ വേണം ആദ്യം അടിച്ചിറക്കാൻ, അവന്മാരെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ നായന്മാരും കുറെ ഇഴവന്മാരും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അയ്യപ്പനെ അങ്ങ് ഉദ്ധരിച്ച് കളയാന്ന് പറഞ്ഞോട്ട്. ഇവന്മാരൊന്നും അല്ല ഈ SNDPയും NSS എന്ന് പറയുന്നത്. സമുദായത്തിന് വേണ്ടി ജീവിക്കുന്ന സാധാരണക്കാരായുള്ള നായന്മാരും ഉണ്ട്, ഈഴവന്മാരും ഉണ്ട്. അല്ലാതെ ഈ എന്താ നെടുനീളത്തി സ്വന്തം വീട്ടും പിന്നെ സ്വന്തക്കാരും മാത്രം നന്നാവണമെന്ന് ഉദ്ദേശിക്കുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരൊന്നും അല്ല NSSും പിന്നെ SNDP എന്നൊക്കെ പറയുന്നത്. ആദ്യം അത് മനസ്സിലാക്കണം. അപ്പോ ഇതൊക്കെ അവിടെ പിന്നെ NSSന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, SNDPയിലെ ശാഖയിലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുന്ന ദിവസം മറ്റൊരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി എന്ന് പറയുന്നത് പ്രേക്ഷകരൊന്ന് കാണണം, നല്ല ഒന്നാം തരം ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഏത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അന്ന്. ആള് നമ്മുടെ രഹ്ന ഫാത്തിമ ചേച്ചിയാണ്. ഒന്ന് കണ്ടിട്ടോ. നല്ല സൂപ്പർ ഡാൻസാണ്. ഈ ചേച്ചി അയ്യപ്പ ശബരിമലയിലൊക്കെ മല ചവിട്ടാൻ പോയിട്ടെ തിരിച്ചു വന്ന സമയത്ത് ചേച്ചിയെ വിചാരിച്ച് ചേച്ചി ആളുകളൊക്കെ എടുത്തിട്ട് അങ്ങ് പൊക്കി ഉയർത്തി ചേച്ചി വൈറലാവുമെന്ന്. പക്ഷെ നടന്നില്ല. ചേച്ചി പോയിട്ട് വന്നതോടുകൂടി പാർട്ട്ണർ ഉപേക്ഷിച്ച് അവരെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അവര് വിവാഹം ഞങ്ങൾ പിന്നെ ശാരീരികമായുള്ള ഒരു ഉടമ്പടി വെച്ചിട്ടല്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. വിവാഹം എന്ന ഉടമ്പടിയോടെ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഒരേ മനസ്സോട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് എപ്പം മടുക്കുന്ന അപ്പം ഞങ്ങൾ ഇട്ടിട്ട് പോവും. ഈ വിവാഹമൊന്നും ഞങ്ങളുടെ നിഘണ്ടുവിലേ ഇല്ല. ഇതാണ് ഈ അന്തം കമ്മി ഫെമിനിസ്റ്റുകൾ പറയുന്നത്. വിവാഹം അവരുടെ കുഞ്ഞിനെ ഉണ്ടാക്കാനല്ല ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. ശരിയാണ്, കുഞ്ഞിനെ ഉണ്ടാക്കാനല്ല ആരും വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് വിവാഹമൊന്നും ഞങ്ങളുടെ നിഘണ്ടുവിലില്ല. ഞങ്ങൾ അമേരിക്കൻ കൾച്ചർ സ്വീകരിക്കുന്നവരാണ്. ഒന്നിനെ കെട്ടും കളയും, പിന്നെ മറ്റൊന്നിനെ കെട്ടും കളയും. ഞങ്ങൾക്കിതാണ് വലിയ പൊട്ടും ഇത്ര കമ്മലും ഒക്കെ ഇട്ട ഞങ്ങൾ പറയുന്നതൊക്കെ പിന്നെ ആഗോളന വൈകൃത മേഖലകളിലേക്ക് പോകുന്ന വാക്കുകൾ ഇങ്ങനെ എടുത്ത് പിച്ച് ചീന്തി അമ്മാനമാടുന്നവരാണ് ഞങ്ങൾ കമ്മി ഫെമിനിസ്റ്റുകൾ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്കിതൊന്നും മനസ്സിലാവില്ല. എന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പോ ചേച്ചി വന്ന് മല ചവിട്ടിയിട്ട് അറ്റം വരെ പോകാൻ പറ്റിയില്ല. അയ്യപ്പം പണി കൊടുത്ത് തിരിച്ചു വിട്ടു. ഇവിടെ വന്നപ്പം പാർട്ട്ണർ എവളെ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വേറെ ഒരുത്തിരി ഇവിടെ പോയി എന്ന് പറയും. നമ്മൾ കണ്ടിട്ടില്ലേ, പോയി. എന്തായാലും പോയി വന്നു ഇരുന്നു. അതിനുശേഷം ചേച്ചിക്ക് പിന്നെ വരുമാനമില്ല. BSNലായിരുന്നു ജോലി. അവിടുത്തെ അയ്യപ്പ ഭക്തരെല്ലാവരും കൂടെ ചേർന്ന് പണി കൊടുത്ത് ജോലി കളഞ്ഞു. പിണറായി സംരക്ഷിക്കുമെന്നാണ് വിചാരിച്ചത്. പിണറായി തേച്ച് പറക്കി വിട്ടു. അതാണ് യാഥാർത്ഥ്യം. ചേച്ചി പിന്നെ ജീവിക്കാൻ വകയില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പം തുണിയിലെ നീളമൊക്കെ കുറച്ച്, അതിന് മുന്നേ കുറച്ചൊന്ന് തോന്നണ്, അതിനുശേഷം കുറച്ചുകൂടെ കുറച്ച്. കാരണം തുണിയൊന്നും വാങ്ങിക്കാൻ പൈസയില്ല, പാവം, ജീവിക്കാൻ വകയില്ലല്ലോ. അതുകൊണ്ട് തുണിയുടെ നീളം കുറച്ചു. പിന്നെ ബീഫ് വരട്ടലും ബീഫ് പൊള്ളിക്കലും ബന്ധാലും ആക്കലും ബീഫിലായിരുന്നു. പിന്നെ ചേച്ചിയുടെ മൊത്തം കളികൾ. ബീഫ് അങ്ങനെ വരട്ടുന്നു, ബീഫ് ഇങ്ങനെ ഉണ്ടാക്കുന്നു, ബീഫിൽ ഗ്രേവി ഒഴിക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, പിന്നെ ബീഫിന്റെ കളികളായിരുന്നു ചേച്ചി.
പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം ചേച്ചി ബീഫും ഈ വത്തങ്ങ, അതായത് ഈ അതിനെന്തോ നമ്മൾ തണ്ണിമത്തൻ അതൊക്കെ വെച്ചിട്ട് ചേച്ചിയുടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ബിക്കിനി ഇട്ട, എൻ്റെ ഈ ബിക്കിനി എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചട്ടിപാടിയിട്ട് അങ്ങനെയാണ് ഈ കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടുള്ള ചേച്ചിയുടെ ഒരു മാരകമായ ഒരു അവസ്ഥാന്തരങ്ങളിലൂടെ ചേച്ചി കടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് ചേച്ചിയുടെ നിലനിൽപ്പങ്ങ് ഇപ്പോൾ ചേച്ചി ഈ എന്താ പറയുക, പുതിയ എന്താ ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ ചേച്ചിയുടെ പുതിയ പുതിയ വെറൈറ്റികൾ കാണാമെന്നാണ് ആളുകൾ പറയണത്. ഞാൻ ഈ ശബരിമലയ്ക്ക് ശേഷം ചേച്ചി അങ്ങനെ ഫോളോ ചെയ്യാറില്ല, അതിന് മുന്നേയും ഫോളോ ചെയ്തിട്ടില്ല. ഈ ചേച്ചിയുടെ ഈ പിന്നെ എന്താ പുതിയ പരിവർത്തന, ഈ വസ്ത്രമില്ലായ്മ പരിവർത്തന സിദ്ധാന്തങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അതിൻ്റെ പുറകെ പോകാറില്ല എന്നുള്ളതാണ്. കണ്ടവരൊക്കെ മികച്ച അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇപ്പം ടവൽ ഡാൻസുമായിട്ടാണ് കണ്ടല്ലോ നിങ്ങൾ ചേച്ചിയെ, ടവൽ ഡാൻസ്, ടവൽ മറിച്ചിട്ട് ഇങ്ങനെ അവിടെ പിണറായി അയ്യപ്പൻ്റെ കാലിൽ വീണ് സാഷ്ടാംഗം മാപ്പ് പറയുന്നു. എൻ്റെ പൊന്നയ്യപ്പ, 3-ാം തവണയും ഞങ്ങളെ തന്നെ നീ കരകയറ്റി തരണേ, അപമാനിച്ചെങ്കിലും അവഹേളിച്ചെങ്കിലും മാപ്പ് തരണേ എൻ്റെ പൊന്നയ്യപ്പ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പിണറായി ഇങ്ങനെ തൊഴുത് അങ്ങ് വീണ് കിടക്കുമ്പോൾ ചേച്ചി അവിടെ തുണി ഉരിഞ്ഞിട്ട് ടവലിട്ട് ഡാൻസാണ്. തുണി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ തുണി ഉരിഞ്ഞ ഡാൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാണുന്നത്. പിണറായിക്കിട്ടുള്ള പണിയാണ്. അതായത് ഞങ്ങളെ കൊണ്ട് ഈ ശബരിമല കയറ്റിയിട്ട് അയ്യപ്പനില്ല, വിശ്വാസികളില്ല, അയ്യപ്പൻ ബ്രഹ്മചാരിയല്ല, ആർത്തവമുള്ള പെണ്ണുങ്ങൾക്ക് അവിടെ കയറാന്നൊക്കെ പറഞ്ഞാൽ ഷിബുവിനെ കൊണ്ട് 4-5 ഒക്കെ പറയിപ്പിച്ചിട്ട് ഇപ്പൊ അയ്യപ്പനെ 4 വോട്ട് കിട്ടാൻ വേണ്ടി അയ്യപ്പനെ വെച്ച് കളിക്കുമ്പോൾ ഞങ്ങളെയൊന്നും വേണ്ട, പണി തരാം, 8ന്റെ പണി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ ഈ എന്താ പറയുക, അന്ന് ഈ സംഗമിച്ച പെണ്ണുങ്ങളെല്ലാം കൂടി ഈ ടവൽ വെച്ചിട്ട് പിണറായിക്ക് മുമ്പിൽ തുണിയില്ലാതെ ഡാൻസ് കളിച്ചെന്നൊന്നും പറയാൻ പറ്റൂല. ടവൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത്രയ്ക്ക് പോയില്ല എന്നത് മാത്രം. എന്തായാലും പണി കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. പെണ്ണുങ്ങളൊക്കെ അങ്ങ് അറിഞ്ഞു തുള്ളുകയാണ്. പിണറായി ഇത്രയും അവരെ തേക്കുമെന്ന് വിചാരിച്ചില്ലല്ല. അപ്പ കാണുന്നവനെ ഈ അപ്പാന്ന് വിളിക്കുന്ന നിലപാടുകൾ ചില കമ്മികൾക്കുണ്ടെന്നൊക്കെ പണ്ടാരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോ അത്തരത്തിലാണ്. കാരണം അന്ന് അയ്യപ്പനെ വേണ്ട, ഇന്ന് അയ്യപ്പനെ വേണം. തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ അയ്യപ്പ സ്നേഹം ഒന്ന് പൊട്ടി മുളയ്ക്കണം. എവിടെ നിന്നൊക്കെ വരുന്നു, എന്തോ പഴയിടത്തെ കൊണ്ട് സദ്യ ഉണ്ടാക്കുന്നു, പിന്നെ എന്താ പറയുക, NRIs വരുന്നു, അയ്യപ്പന്റെ വിഗ്രഹം വാങ്ങുന്നു, കല്ലും മുള്ളും കാലിക്ക് കുത്ത, അതുപോലും കല്ലും മുള്ളും കാലിക്ക് മെത്ത എന്നാണ് പറയുന്നത്. അതുപോലും അറിഞ്ഞൂടാ. ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് ഈ അയ്യപ്പന്മാര് ശബരിമലയിൽ എത്തുന്നതേ. AC റൂമിലിരുന്ന് തണുപ്പ് കൊണ്ടിട്ട് അവർ ഓടിയെന്നാണ് പറയുന്നത്. ഈ ധനുമാസത്തിലെ പിന്നെ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്ത തണുപ്പാണ്. ആ സമയത്ത് പമ്പയിലിറങ്ങി മുങ്ങിക്കുളിച്ച് ഈ കെട്ടും കെട്ടി ഈ കുന്നും മലയും കല്ലും മേടും ഒക്കെ താണ്ടിയാണ് അവർ ഈ അയ്യപ്പന്റെ അടുത്ത് എത്തുന്നത്. ആ അയ്യപ്പന്റെ അടുത്ത് എത്തുന്നവരോട് പറയുകയാണ്, ആ ഭക്തർ ഇവിടെ വന്നപ്പോൾ പറയുകയാണ്, AC-യിലെ തണുപ്പ് പറ്റണില്ല, അതുകൊണ്ട് അവരൊക്കെ പേടിച്ചു പോയെന്ന്. അതും കുറെ മാപ്രകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ന്യായീകരണ മാപ്രകൾ, സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി അങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ഈ രഹ്ന ഫാത്തിമ അടക്കമുള്ളവർ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അന്ന് ടവൽ ഡാൻസ് കളിച്ചാണ് പിണറായിക്ക് പണി കൊടുത്തത്. ഷിബു ഇനി എന്ത്, മറ്റേ സന്ദീപാനന്ദഗിരി ഷിബു ഇനി എന്തും കൊണ്ട് വരുമെന്ന് നമുക്കറിയില്ല. ഷിബു അന്ന് ആർത്തവമുള്ള പെണ്ണുങ്ങൾ കയറണമെന്നൊക്കെ പറഞ്ഞ് ഷിബുവിനെ കൊണ്ട് പിണറായി പറയിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഷിബു രംഗത്തെത്തു, അതും നമുക്കറിയില്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം മൊത്തത്തിൽ തേഞ്ഞൊട്ടി ഒരു ചവറ്റുകുട്ടയിലായി. അപ്പോഴാണ് ഇപ്പുറത്ത് തേജസ്വി യാദവ് അണ്ണാമലയും ഒക്കെ വന്ന് നിന്നിട്ട് പിണറായിയെ വലിച്ചു കീറി ഒട്ടിച്ച് പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ പന്തളത്തെ പ്രതിനിധികളൊക്കെ വന്നിട്ട് യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഉള്ളിടത്തെ അയ്യപ്പൻ കാണൂ, ഞാൻ കാണുന്നത് യഥാർത്ഥ അയ്യപ്പ ഭക്തരെയാണ്, ഇവിടെയാണ് അയ്യപ്പ ഭക്തർ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അവര് എന്താ പറയുക കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പോയി. അപ്പോൾ ആഗോള സംഗമം, ഈ അയ്യപ്പ സംരക്ഷണ സമ്മേളനം അങ്ങ് വലിയ വിജയമായി പന്തളത്ത് നടന്നത്. മറ്റേത് തേഞ്ഞൊട്ടി. എന്തായാലും രഹ്ന ഫാത്തിമ പിണറായിക്ക് കൊടുത്ത പണി ഒരു 1.5 പണിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ.